ശരിക്കും മലയാളികളെ ശരിക്കും വായിച്ചെടുത്തിട്ടുള്ള മനുഷ്യനാണ്. അതാണ് അദ്ദേഹം പല കഥാപാത്രങ്ങളെ ചെയ്യുമ്പോഴും പോലും ആ എന്നുവെച്ചാൽ പുള്ളിയുടെ സഞ്ചാരങ്ങളിലെല്ലാം യഥാർത്ഥ ഒരു കലാകാരനെ സംബന്ധിച്ച് ചിത്രകാരനാണെങ്കിലും നാടകക്കാരനാണെങ്കിലും മിമിക്രി ചെയ്യുന്ന ആളാണെങ്കിലും ഓരോ മനുഷ്യരെയും ഒപ്പിയെടുക്കുക എന്ന് പറഞ്ഞ സംഭവം. ആ ഒപ്പലിലൂടെ ഒരു ആശാരിയുടെ വേഷം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആശാരിയായി തീരുക എന്നുള്ള ആശാരിയുടെ ഒപ്പം എത്രയോ കാലം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആശാരി എന്ന് പറയുന്നൊരു വേഷം അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കലാകാരനാണ് നെടുമുടി വേണു. ഒരു യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ അദ്ദേഹം അതൊരു പാട്ടുകൾ കൃത്യമായി അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം കൃത്യമായൊരു താളത്തിലും കേരളത്തിന് വലിയ സംഭാവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ആലപ്പുഴയുടെ ഒരു അസറ്റായിരുന്നു. ആലപ്പുഴയുടെ എല്ലാ പാട്ട് പാരമ്പര്യത്തെയും അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. കേരളീയ ജീവിതത്തിൻ്റെ അത്രയും പറയാനുള്ളൂ. നല്ലൊരു കലാകാരനാണ്. പക്ഷേ എനിക്ക് കൂടുതൽ അദ്ദേഹമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു തിരക്കുള്ള മനുഷ്യരല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ വഴിക്ക് നീങ്ങി എന്നുള്ളതാണ്. വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ നമുക്ക് വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. ആ കാലമൊക്കെ അന്ന് മുരളിയും കടമനിട്ടയും നരേന്ദ്രപ്രസാദ് ഈ ഒരു ഗോപന് ആ ഒരു സംഘം മൊത്തം ഡി വീരേന്ദ്രന് അവരെല്ലാം പൈപ്പുമുട്ടുമൊക്കെ താമസിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ ശാസ്താമംഗലത്തൊക്കെ. അപ്പോൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ട് വലിയ ഒരു ലോകമുണ്ട്. അന്നൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും അവർ താഴെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ അവിടുന്ന് നിരന്തരമായ കടമട്ട കവിതകളൊക്കെ ചൊല്ലിയും അവിടുന്ന് അതിൻ്റെ ഇത് ചെയ്യും ഒക്കെ ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു അത്. ആ കാലത്ത് ഒരു സാംസ്കാരിക കൂട്ടായ്മ ഗ്രൂപ്പായിരുന്നു അത്. ഒരു സാധാരണ മനുഷ്യരായിരുന്നില്ല. വളരെ സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പ്രതിബദ്ധത ഉണ്ടായിരുന്നൊരു കലാ പ്രവർത്തകരായിരുന്നു സിനിമാക്കാരൊക്കെ. ഈ പലപ്പോഴും നമ്മൾ അത്തരം ആളുകളെ കുറിച്ചുള്ള, കാരണം അവർക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ്, തിരക്കുള്ള ആളാണ്, ദേഷ്യമൊക്കെ ഉള്ളവരാണ് കൂടെ ആയിരിക്കുമല്ലോ പൊതുവെ. അത്തരം സമ്പർക്കം ഞാൻ നടത്തിയിട്ടില്ല അവരോട്. നടന്മാരായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ രാജസ്ഥാനിലെ പാട്ടുകാർ, അവിടുത്തെ ഫോക്ക് സിംഗേഴ്സ്, ആസാമീസ്, ഇവരെല്ലാം ഇന്നും അവർ ജീവിക്കുന്നുണ്ട്. അവരാരും ഇതിൻ്റെ പ്രതിഫലമോ അതിൻ്റെ സാധ്യതയോ ഇപ്പോഴും അറിയാത്തവരുണ്ട്. അന്ന് കലയെന്ന് പറഞ്ഞാൽ എപ്പോഴും അന്ന് കണ്ടിരുന്നത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടും മനുഷ്യനെ ഉണർത്താൻ ഉന്മേഷത്തിന് വേണ്ടിയിട്ടും ഏതൊരു മനുഷ്യരും കൊച്ചു പാട്ട് പാടുമ്പോഴും ആളുകളിൽ ആനന്ദം ഉണ്ടാക്കും. ഒരു സ്ഥലത്തിരുന്ന് ഒരു പാട്ട് പാടുമ്പോൾ എത്ര ദേഷ്യപ്പെട്ടു പോകുന്ന ആളാണെങ്കിലും എത്ര ക്രൂരനാണെങ്കിലും ഹിറ്റ്ലറാണെങ്കിൽ പോലും ആ പാട്ട് പാടുന്ന ആളിലേക്ക് ശ്രദ്ധിക്കും. ഈ അന്നത്തെ കലാകാരന്മാരെല്ലാം ജന്മനാ ഒരു എഴുത്തുകാരൻ ഉണ്ടാകുകയാണ്. അതൊരു പ്രകൃതി ഉണ്ടാക്കുന്നതാണ്. അവർക്ക് എഴുത്തുകാരനെ ഉണ്ടാക്കുന്നതാണ്, പ്രകൃതിയുടെയാണ്. ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ കവിയാണെങ്കിലും കലാകാരൻ എന്നൊക്കെ പറയുന്നത് പ്രതിഭകളാണ്. അത് ഒരു നക്ഷത്രങ്ങളെന്ന് പറഞ്ഞ പോലെ, ഞാനതാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രതിഭകളാണ്. അവർക്കിവിടെ പണി ലോകത്തിന് ഇത് ചെയ്യാന്നുള്ളതാണ്. ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടും മനുഷ്യരെ പ്രകാശിപ്പിക്കാനും അവനെ ജീവിതത്തിലേക്ക് കാണാനും അവനെ പ്രതീക്ഷ കൊടുക്കാനും അവന് സ്വപ്നങ്ങൾ കൊടുക്കാനും അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് ഒരു തെളിച്ചം കൊടുക്കാനും ഒക്കെയാണ് ഈ കലാകാരന്മാർ, ഈ പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ പ്രതിഭകൾ. ശ്രീനാരായണഗുരുവാണെങ്കിലും അയ്യങ്കാളിയാണെങ്കിലും അല്ല എഴുത്തിൻ്റെ മേഖലയിലുള്ള ഏതും ലോകത്തെ മനുഷ്യരാണെങ്കിലും അവരുടെ റോളാണത്. അത് വിധിയെന്നുള്ളതല്ല. ഒരു പാട്ടുകാരൻ ആ പ്രദേശത്ത് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നാടകം ചെയ്യുന്ന ഒരാൾ അയാളിലൂടെ ലോകത്തിൻ്റെ പുതിയ പ്രതീക്ഷ, ഒരു പ്രകാശം കൊടുക്കുകയാണ്. ലോകത്തെ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പുറത്ത് വേറെ ലോകമുണ്ട് എന്ന് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ അതവൻ്റെ ജോലിയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് നമുക്കിപ്പം അതിനകത്ത് മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ സാധ്യത പിന്നീടാണ്. ലോകം മാറിയ മുതലാളിത്തത്തിൻ്റെ വേറെ കാലം ഇതുകൊണ്ടാണ്. അപ്പം ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഏരിയകളിലും കലാകാരന്മാർ തെരുവിൽ പാടുന്നില്ല. അവർക്ക് ഇച്ചിരി പൈസ കിട്ടും. ഒരു റോഡിൽ പാടുന്നുണ്ട്. ലോകത്ത് നഗരത്തിലൊക്കെ കലാകാരന്മാർ ഒരു ഹിത്താറ് വെച്ചിട്ട് അയാൾ പാടുന്നു. അവിടെ ഒരു ഡ്രംസ് വെച്ചിട്ട് അവരുടെ പ്രതിഭകൾ അവിടെ പ്രകാശിപ്പിക്കുന്നു. എത്രയോ മനുഷ്യർ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ആ മനുഷ്യർക്ക് ഒരു വലിയ ആനന്ദവും സന്തോഷവും പുതിയ പ്രകാശവും അവന് കൊടുക്കുകയാണ് ആ കലാകാരൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലകളിലും ഇതും നമുക്കുണ്ടായിരുന്നു. പണ്ട് പക്കനാരും പാട്ടുകാരും, പക്കനാർ എന്നൊക്കെ പറഞ്ഞ പാട്ടുകാരും പാടി നടക്കുന്ന മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അത് മാറിയതുകൊണ്ടാണ് വീടുകളിൽ പോയി പാടുന്ന മനുഷ്യരുണ്ടായിരുന്നല്ലോ.
ഈ സർപ്പപ്പാട്ട് പാടുന്ന പോലെയല്ലേ അവർക്ക് സർപ്പപ്പാട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മാനസികമായ സംഘർഷാവസ്ഥയിലോ അല്ലെങ്കിൽ ഇന്നത്തെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത പാമ്പ്, ചേമ്പ്, കാട്, അറുകല, യക്ഷി, മാടൻ എന്നൊക്കെ പറയുന്ന അയൽദോഷം ഒക്കെ ഇത്തരം പ്രശ്നങ്ങളെയും കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരിൽ പോയിട്ട് ഒരു പാട്ട് പാടി ഓ ഈ സാധനം പറഞ്ഞിട്ട് അവരെ ഇതിട്ടിട്ട് അവരെ ഉഷാറാക്കി എടുക്കുന്ന ഒരു കലാപ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വീട്ടിൽ പോയിട്ട് ഐശ്വര്യം വരണേ മുതൈ പൂണേ ഐശ്വര്യം വരണേ എന്ന് പാടിക്കൊണ്ടിരുന്ന പക്കന്നാരുമാർ ഇവിടെ ഉടുക്കുപൊട്ടി പാടിയ മനുഷ്യരുണ്ട്. അതുപോലെ തന്നെയാണ് ബാവുൾ ഗായകർ. ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തും ട്രെയിനിൽ അവർ പാടുന്നുണ്ട്, എല്ലാ പ്രദേശത്തും വെച്ച്. അത് കല ചെയ്യുന്ന കല പോലെ തന്നെയാണ് പാട്ട്, കവിത പോലെയാണത്. അതൊരു ഇതാണ്, എല്ലായിടത്തും നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പം വലിയ പരാജയത്തിലേക്ക് നമ്മളെ പിന്തുടർന്ന് അങ്ങനെ ആൾക്കാർ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വേഷമൊക്കെ മാറി കുറച്ചുകൂടെ അങ്ങനെയല്ല ലോകം, അങ്ങനെയല്ല ജീവിതം എന്ന് ലോകം നമ്മളെ കാണിച്ചു തരുമ്പോൾ നമ്മൾ പുതിയ തലമുറയോട് അങ്ങനെ പറയണം. പുതിയ കാലം അങ്ങനെയാണല്ലോ, പുതിയ എല്ലാത്തിനും അതിൻ്റെ വില നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പാടും, ലോകത്തിന് വേണ്ടി പാടും.